വഹാബികൾ ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ? വിമാനമൊക്കെ എങ്ങനെ നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണെന്ന് പറഞ്ഞാൽ അപ്പൊ മടവൂർ ഷെയ്ഖ് ജനിക്കുന്നതിന് മുമ്പില്ലായിരുന്നോ ഇതൊക്കെ എന്ന് വഹാബികൾ ചോദിക്കൂലേ എന്ന് ചോദിച്ചില്ലേ? അങ്ങനെയാണോ സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചോദിക്കേണ്ടത്? അത് മുമ്പും ചോദിക്കാൻ അവസരമില്ലായിരുന്നു. മുഹിദ്ദിമാരില്ലേ, ഭൂമിയോരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമിയാതൊക്കെയും ഒരു ചുമടെന്നോവർ, ഭൂമിയോരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ. ഔസുല്ലാദം പറഞ്ഞ വാചകമായിട്ട് മുഹിദ്ദിമാലയില് നമുക്ക് മലയാളികൾക്കൊക്കെ തിരിയുന്ന രൂപത്തിലല്ലേ പാടണത്? അപ്പൊ ഭൂമിയോരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ എന്ന് പറയുമ്പോൾ വഹാബി ചോദിക്കൂലേ, അപ്പൊ മുഹീദ്ദീൻ ഷേഖ് ജനിക്കണതിന് മുമ്പ് ഭൂമി ആരുടെ കയ്യിലായിരുന്നു എന്ന് ചോദിക്കൂലേ? അപ്പൊ വഹാബി ചോദിക്കുന്നത് എന്നതുകൊണ്ട് മുഹീദ്ദിമാല ആ വരി പാടരുതെന്ന് നമ്മൾ പറഞ്ഞിനോ? പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? ഇ കെ ഹസൻ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചോ? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചോ? നമ്മൾ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയല്ലേ? സമസ്തയുടെ ആവിർഭാവ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വഹാബികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മുഹീദ്ദിമാലക്കെതിരല്ലേ? അതുകൊണ്ടല്ലേ മുഹീദ്ദിമാല അംഗീകരിക്കുന്നവരും പാടുന്നവരും ആവണം നമ്മളെ മഹല്ലില് ഖത്തീബുമാർ എന്ന സമസ്ത പ്രമേയം പാസ്സാക്കുന്ന രൂപത്തിൽ വന്നിട്ടുള്ളത്, സാഹചര്യം വന്നത് അതുകൊണ്ടല്ലേ? അപ്പൊ അന്ന് ആ വിഷയത്തിൽ മറുപടി പറഞ്ഞവരൊക്കെ അങ്ങനെ മുഹീദ്ദിമാരെ ആ വരിയൊക്കെ വഹാബിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നല്ലല്ലോ പറഞ്ഞത്. ഭൂമിയോരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ഭൂമി ആരെ കയ്യിലായിരുന്നു ചോദിക്കൂലേ വഹാബി? അത് ഷെയ്ഖുനാന്റെ വിഷയത്തിന് മാത്രം വിമാനം ഷെയ്ഖുന നിയന്ത്രിച്ചെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ വിമാനം, അത് ആരെ നിയന്ത്രിച്ചെന്ന് ഒരു ചോദിക്കൂലേ? അതുകൊണ്ട് പറയാൻ പാടില്ല എന്നാണെങ്കിൽ ആ ചോദ്യം ആടെയും വന്നില്ലായിരുന്നു. അപ്പൊ അവരത് പറയും, അത് അതാത് കാലഘട്ടത്തിലുള്ളവർ പറയും. അപ്പൊ മുഹീദ്ദീൻ ഷേഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിന്റെ മുമ്പ് ഭൂമി ആരെ നിയന്ത്രിച്ചതെന്ന് ചോദ്യം വരും എന്നതുകൊണ്ട് പാടരുത് നല്ലല്ലോ നമുക്ക് പൂർവികരായ നമ്മുടെ ആലിമീങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്നത്. അപ്പൊ അത് വഹാബികളെ പ്രതിരോധിക്കുന്നിടത്ത് ഇ കെ ഹസൻ മുസ്ലിയാരടക്കമുള്ള പൂർവികരായ പണ്ഡിതന്മാർ മുഹീദ്ദീൻമാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പറഞ്ഞിരുന്ന ആ മറുപടി ഷെയ്ഖുനായുടെ വിഷയം വരുമ്പോൾ വിമാനം നിയന്ത്രിക്കുന്നില്ല പറയുമ്പോൾ മാത്രം അത് നമുക്ക് പറയാൻ പറ്റാണ്ടാവുകയും വഹാബി ചോദിക്കൂലേ, അപ്പൊ അതിന്റെ മുമ്പും വിമാനല്ലേ ആരെ നിയന്ത്രിച്ചത് എന്ന് ചോദിക്കൂലേ എന്ന് ചോദിച്ച് ഷെയ്ഖുനായുടെ വിഷയം വരുമ്പോൾ ബേക്കോട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യുന്നതിന്റെ വിഷയം എന്താണ് എങ്കിൽ ഗൗസുൽ ആദമിന്റെ വിഷയം വരുമ്പോഴും ആടാ പ്രശ്നം വരും, അതുകൊണ്ട് വായിക്കണ്ടെന്നല്ലേ പറയേണ്ടിനെ? അപ്പൊ പ്രശ്നം ആടെ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാവാനാണ് ഈ 2-3 കാര്യം ഞാൻ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഇവിടെ ഈ മുസ്ലിയാർ പറഞ്ഞത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വഹാബികളെ കൊണ്ട് കുടുങ്ങിപ്പോയി, ഒരു നോണയും പറയാൻ പറ്റൂലെന്ന്. ഈ വഹാബികൾ കാരണം നമ്മളാകെ പെട്ടിക്കാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വഹാബിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. വഹാബിയെ പ്രതിരോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നാണ്. വഹാബിയെ പ്രതിരോധിക്കുവാൻ പരിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളോ പണ്ഡിതോദ്ധരണികളോ ഇതൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യണം? അപ്പം നമ്മൾ പാടി വെച്ചിട്ടുള്ള പൊട്ടപ്പോയത്തങ്ങളും കള്ളക്കറാമത്തുകളും ഇല്ലേ, അതെടുത്ത് എറിഞ്ഞുകൊണ്ട് വേണം വഹാബിയെ പ്രതിരോധിക്കാൻ എന്നാ. ഈ വഹാബി എന്നിവർ വിളിക്കുന്നത് മുഴുവൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയാദർശങ്ങൾ പേറുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന, അതുമല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ആശയാദർശങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇവർ പറയുന്ന വിവരക്കേടുകൾക്കെതിരായിക്കൊണ്ട് ആരെന്ത് പറഞ്ഞോ അവർ വഹാബികളാണ്. അപ്പോൾ ആ ഒരു വഹാബിയിൽപ്പെട്ട ആളാണ് ഞാനും. എന്നെ ഒരു വഹാബിയിലാണ് കൂട്ടിയിട്ടുള്ളത്. വഹാബി എന്ന് മാത്രമല്ല, വഹാബി മൗലവി ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അടുത്തറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം ഇവിടെ പറയുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന കുബൂരിസത്തിൽ പെട്ടുഴലുന്ന ഒരു മൗലവി, അദ്ദേഹം പറഞ്ഞു ഈ വിമാനങ്ങളൊക്കെ സി എം മടവൂരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എം മടവൂർ ജനിക്കുന്നതിന് മുമ്പും വിമാനങ്ങൾ ഓടുന്നില്ലേ? അപ്പോൾ എങ്ങനെയാണ് സി എം മടവൂർ ഇത് നിയന്ത്രിക്കുന്നു എന്ന് പറയുക എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഈ പറയുന്നത്. ഇത് ഇദ്ദേഹത്തോട് ചോദിച്ചതല്ല, ഈ പറയുന്ന ആൾ കുരുവട്ടൂർ മുസ്ലിയാരാണ് എന്നുള്ളതാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിന് കുരുപൊട്ടിയിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു കുരുപട്ടൂരി, ഈ കുരുവട്ടൂരി എന്ന് പറയുന്നത് കുരുപൊട്ടിയൂരികളാണ്. കുരുപൊട്ടി ഒലിക്കുകയാണ് വിറ്റൾക്ക്. അതിൽ നൗഷാദ് അഹ്സനിയാണ് അവരുടെ ഷെയ്ഖുൽ ഇസ്ലാമും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സക്കാഫിമാരും ഹസനിമാരും ഒക്കെ ഉണ്ട്, ഒരു അൻവരി ഉണ്ട്, അതിൽപ്പെട്ടാണ് തോന്നുന്നുണ്ട് ഈ മൊയ്ലിയാർ. ഇയാളോടല്ല പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞത്, അത് പകരയോട് പറഞ്ഞതാണ്. ഈ കാന്തപുരം സമസ്ത ഇപ്പോൾ പല ഭാഗങ്ങളായിട്ട് ചിന്നിച്ചെതറിയിട്ടുണ്ട്. അതിൽ മാദിഹുർ റസൂൽ എന്നിവർ പേരിട്ട് വിളിക്കുന്ന തള്ളുകളുടെ സുൽത്താൻ പകര മുഹമ്മദ് ഹസനിയുടെ ഭാഗത്ത് കുറച്ച് ആളുകളുണ്ട്. സംഘടനയും കാര്യങ്ങളൊന്നുമില്ല.
അതാ ഊളക്കിതാബുകൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ളൊരു വിഭാഗമാണ്. പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒപ്പം കുറച്ച് ആളുകളുണ്ട്. അദ്ദേഹം കുറച്ച് തൗഹീദൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. കാര്യം നാദാപുരം ഖണ്ഡനത്തിൽ അദ്ദേഹം കുറച്ച് തൗഹീദൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു വരി കൂടി കേട്ടാലുള്ളൂ നമുക്കിതിൻ്റെ ഒരു പൂർണ്ണത കേട്ടോക്കാം. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാണ് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. മനസ്സിലായല്ലോ? ഈ ചോദിച്ച കാര്യത്തിന് വേണ്ടിയാണ് അബൂബക്കർ സഖാഫി നേരത്തെ കാര്യങ്ങൾ പറഞ്ഞത്. പേരോട് ചോദിക്കുന്നത് പകരയോടാണ്. അബൂബക്കർ സഖാഫി എന്ന് പറയുന്ന ഈ കുരുപുട്ടൂരി ചോദിക്കുന്നത് പേരോടിനോടാണ്. പേരോടാണ് ഇവരുടെ ശത്രുപക്ഷത്തുള്ളത്. അതിന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്, ഭൂമിയൂരുണ്ട പോലൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ എന്ന മുഹിയുദ്ദീൻ മാലയിലെ ഒരു വരി എടുത്തുകൊണ്ടാണ്. അല്ല, അതിൽ ന്യായമുണ്ട്. ഉരുണ്ട ഭൂമി എൻ്റെ കയ്യിലാണ്, അതൊരു ചുമട് പോലെയാണ് എനിക്കുള്ളത് എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഇവർ നുണ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അത് കുറേ നൂറ്റാണ്ടുകൾ മുമ്പ് എഴുതവയ്ക്കപ്പെട്ടതാണ്. അത് തമിഴും മലയാളവും അറബിയും ഒക്കെ പാടെ മിക്സ് ചെയ്തുകൊണ്ടൊരു തമിഴൻ്റെ മാലയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ആ ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ തള്ളണ്ടേ എന്നാണ്. അപ്പോൾ അബൂബക്കർ സഖാഫിനോട് പറയാനുള്ളത്, സഖാഫിയെ അതും തള്ളന്നെയായിരുന്നു. അത് തള്ളാണ് എന്നുള്ളതിൻ്റെ തെളിവ് ആ മുഹീദ്ദീൻ മാലയിൽ തന്നെ ഖാദി മുഹമ്മദ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? അവർ സൊന്ന ബൈത്തീന്നും ബഹ്ജാ കിതാബീന്നും അങ്ങനെ തക്മീല അതെന്ന് ചൊന്നോവർ. എന്താണ് പറയുന്നത്? അവർ ചൊന്ന ബൈത്തിന്ന്, അവർ പാടിയ പാട്ടിന്ന്, ബഹിജ കിതാബ് എന്ന്. ബഹിജ കിതാബ് എന്ന് പറയുന്ന ബഹിജത്ത് മാല എന്ന് പറയുന്ന ഇവരുടെ ഒരു ബഹിജ കിതാബ് ഉണ്ട്. അതിൽ നിന്നാണ് ഇതിലൊക്കെ ഉള്ള തക്മീല അവരുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഏതോ ഒരു പാളക്കിതാബ് അതിൽ നിന്നും എടുത്തതാണ് എന്ന് ഖാദി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ആ പണ്ഡിതനായ മനുഷ്യൻ ഹയാത്ത് കാലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും മാലപ്പാട്ടിലുണ്ട് എന്നുള്ളത് തെളിവല്ല. അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കൾ പണ്ഡിതന്മാരാണ്. അവരുടെ ഗ്രന്ഥങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മാത്രമാണോ? കശവേറും രാവിൽ നാടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ടോർച്ചാക്കി കാട്ടി നടന്നോവർ. കൈവിരൽ ചൂട്ടാക്കി എന്നാണ് അതിൽ. ഇന്നത്തെ കാലത്താണെങ്കിൽ ടോർച്ച് എന്ന് അവർ എഴുതുമായിരുന്നു. കാരണം വിമാനമൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയും വരാം. അപ്പോൾ കൈവിരൽ ഒരു ചൂട്ട് പോലെ കത്തിച്ചും കൊണ്ട് നടന്നു എന്നുള്ള നുണയും അതിലുണ്ട്. അത് മാത്രമല്ല, അതിൽ മുഴുവനുള്ളത് നുണയാണ്, പച്ചക്കളവുകളാണ്. ഇരുന്നായിരുപ്പേ നേഴാകാശം കണ്ടോവർ എറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ബഗ്ദാദിൽ ഇരുന്ന് ഇരിക്കുന്ന ഒരൊറ്റ നോട്ടത്തുനിന്ന് ഏഴാനാകാശം വരെ കണ്ടു. 7 ആകാശവും കണ്ടു എന്നാണ് പറയണത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാനാകാശത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ളതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ ഭൂമിയിൽ ഇരുന്നിട്ട് തന്നെ ഏഴാനാകാശം കണ്ടു എന്ന് പറയുന്ന പച്ച നുണ. അത് മാത്രമാണോ? അത് പാടിക്കഴിഞ്ഞാൽ മുഹീദ്ദീൻ മാല മുഴുവനായിട്ട് നമ്മൾ പാടേണ്ടി വരും. അത്രയേറെ പച്ചക്കളവുകൾ അതിലുണ്ട്. കോഴിയുടെ മുള്ളോട് കൂവന്ന് സൊന്നാരേ കൂസാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ. ഇതും അതിൽ പച്ച നുണ. അതായത് അൽഫാം ഉണ്ടാക്കിയിട്ടേ, ഞാൻ അൽഫാമോ ചുട്ടതോ പൊരിച്ചതോ എന്തോ ആവട്ടെ, ആ കോഴിയുടെ മാംസമൊക്കെ കഴിച്ച് ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് ആ എല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ആ കോഴിയോട് പറഞ്ഞു, ഇനി ചേട്ടൻ കൂവി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ
കോഴി ഈ സാധാരണ നമ്മുടെ നാട്ടിൽ കോഴിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് കൂക്കി പറക്കുമല്ലോ, അങ്ങനെ പറന്നു എന്നാണ് ഈ മാലക്കാരൻ പച്ച നുണയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട പ്രഗത്ഭനായ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ഈസബിന് മറിയം. ഈസബിന് മറിയം ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കി. ആ രൂപമുണ്ടാക്കിയിട്ട് അതിലേക്ക് ഊതിയപ്പോൾ അള്ളാഹു അതിന് ജീവൻ നൽകുകയും അതിനെ പറപ്പിക്കുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈസാ നബി ഉണ്ടാക്കിയ ആ ഒരു പക്ഷിക്ക് ഈസാ നബിക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഖുർആനിൽ പറയുന്നുമില്ല. ഈസാ നബിയാണ് അതിനെ പറപ്പിച്ചതെന്ന് പറയുന്നില്ല. അത് ഒക്കെ അള്ളാഹു ആണ് പറപ്പിക്കുന്നത്. പക്ഷിയെ ഉണ്ടാക്കുക എന്ന ഒരു പ്രവർത്തനമാണ് ഒരു പ്രവാചകനായ റസൂലായ ഈസബിന് മറിയം അവിടെ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഖാലിക്കായ അള്ളാഹു ചെയ്തത് അതിന് ജീവൻ നൽകി പറപ്പിക്കുക എന്നതാണ്. അതിൻ്റെ ഫായില് അള്ളാഹു ആണ്, അതിൽ യാതൊരു സംശയമല്ല. എന്നാൽ ഇവിടെ ഒരു കോഴിയെ അറുത്ത് അതിനെ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടോ ഫഹമാക്കുക, അതുമല്ലെങ്കിൽ റോസ്റ്റ് ആക്കിയിട്ടോ അതുമല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വേവിച്ച് ചിലപ്പോൾ ചുട്ടിട്ടൊക്കെ ആവും, അങ്ങനെ അതിനെ തിന്നിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ തിന്നിട്ട് എല്ല് കൂട്ടിയിട്ടിട്ട് പാറിക്കുമെന്ന് പറഞ്ഞപ്പോൾ പാറിക്കാൻ അതിലേക്ക് വീണ്ടും അതിൻ്റെ മാംസം വരുവാനും അതിൻ്റെ രക്തം വരുവാനും അതുപോലെ തന്നെ ജീവൻ വരുത്തുവാനൊന്നും കഴിവില്ലാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അള്ള കൊടുത്ത കഴിവ് അവിടെ നിൽക്കട്ടെ, അള്ള കൊടുത്ത കഴിവുകൊണ്ട് നിങ്ങൾ ഔലിയാക്കന്മാർ, നിങ്ങൾ ഈ പറയുന്ന ഔലിയാക്കന്മാർ എന്ന് പറയുന്ന പീരാന്തന്മാരൊന്ന് കുളിക്കും തിരുമ്പും ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ള കൊടുത്ത കഴിവ് ഇതിനൊന്നുമുള്ളതല്ല. ഇപ്പം ഞാൻ സംസാരിക്കുന്ന അള്ള തന്ന കഴിവുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നാളെ ഇതുപോലെ സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ നിമിഷം വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അള്ള തന്ന കഴിവ് തന്നെയാണ്. എന്നാൽ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് താവുല ആമാലാണ്. അതിന് ഏത് ഔലിയപ്പാപ്പ മരിച്ചാലും ഔലിയക്കാക്ക മരിച്ചാലും മരിച്ച മണ്ണിൻ്റെ അടിയിലാണ്. പിന്നെ സാധാരണ മനുഷ്യന്മാരുടെ മണ്ണിനോ ഔലിയാക്കളുടെ മണ്ണിനൂലേ അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. അതൊക്കൊന്നും ഇപ്പം നമ്മൾ പോകുന്നില്ല. ഇവിടെ പറഞ്ഞു വന്നത് പച്ച നുണയാണ് മൊഹീദ്ദീൻ മാലയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ നുണ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ മടവൂർ ഔലിയക്കാക്കയുടെ മാലയിലും എഴുതി വെച്ചിട്ടുള്ളത്. ഇനി മാലയിലല്ലാത്ത ഈ കള്ളക്കറാമത്തുകളിലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് പറയുന്ന നേരത്തെ നമ്മൾ കാണിച്ച കുരുപ്പട്ടൂരിയുടെ അവരോട് നമുക്ക് കൂടുതൽ പറയാനില്ല. പേരോടിനോട് തന്നെ ചോദിക്കാനുള്ളത്, പ്രിയ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദെ, പൊന്നുസ്താദെ, നിങ്ങൾ ഇവർക്ക് മറുപടി കൊടുക്കണം. മടവൂർ ഔലിയക്കാക്ക വിമാനങ്ങളൊന്നും നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നില്ല, ഹയാത്ത് കാലത്തും നിയന്ത്രിച്ചിട്ടില്ല, മരിച്ചതിന് ശേഷം നിയന്ത്രിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ പറയപ്പെട്ട മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമി കയ്യിലിങ്ങനെ ഫുട്ബോൾ കറക്കണ പോലെ ഇങ്ങനെ കറക്കിയിട്ടില്ല. അത് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളോട് ഈ കുരുപ്പട്ടൂരികൾ നിങ്ങൾ ചോദിക്കൂല. ചിലപ്പോൾ നിങ്ങൾ വഹാബി എന്ന് വിളിക്കുമായിരിക്കും. ഇവിടെ നിങ്ങൾ വഹാബി ആയാലും നാളെ അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സത്യം വിളിച്ചു പറഞ്ഞോളിയും ഉസ്താദെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.